Students, in this class, we are going to study about a solved problem on acquisition of a business. We already discussed the debtors and creditors taken over on behalf of vendors. Okay, നമ്മൾ മുന്നേത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് debtors and creditors taken over on behalf of vendor. Acquisition means a company takes over the running business of a sole trader or a partnership firm. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. On 1st January 2019, a company purchased the business of a sole trader. On this date, January 2019, the company purchased the business of a sole trader. ഒരു sole trader ബിസിനസ്സിനാണ് പർച്ചേസ് ചെയ്യുന്നത്. Taking over all the assets and liabilities with the exception of. കമ്പനി സോൾ ട്രേഡറിന്റെ ബിസിനസിനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടേക്കിംഗ് ഓവർ ദ കമ്പനി ടേക്സ് ഓവർ ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും എടുക്കുന്നുണ്ട് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഏതോ ഒരെണ്ണം ഒഴികെ എന്ന് പറയുന്നുണ്ട് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഡെപ്റ്റേഴ്സിനെ എടുക്കുന്നില്ല എമൗണ്ടിങ് ടു ₹6,50,000 അപ്പോൾ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 6,50,000 വിച്ച് ഇറ്റ് മീൻസ് ദ കമ്പനി അണ്ടർടുക്ക് to collect on behalf of the sole trader. അപ്പൊ സോൾ ട്രേഡറുടെ ഒരു അസറ്റ് ആണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോൾ ട്രേഡർക്ക് വേണ്ടി കളക്ട് ചെയ്യാം എന്ന് എഗ്രി ചെയ്യുന്നു ഓൺ ബിഹാഫ് ഓഫ് സോൾ ട്രേഡർ ആൻഡ് ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് പേ ദ ക്രെഡിറ്റേഴ്സ്. ഇങ്ങനെ കളക്ട് ചെയ്ത് കിട്ടിയതിൽ നിന്നുള്ള എമൗണ്ടിൽ നിന്നും പേ ദ ക്രെഡിറ്റേഴ്സ് എമൗണ്ടിങ് ടു ₹4 lakh. അപ്പൊ കമ്പനിക്ക് ഡെപ്റ്റേഴ്സിനെ പോലെ തന്നെ മറ്റൊരു ലയബിലിറ്റി കൂടി ഉണ്ട് ക്രെഡിറ്റേഴ്സ്. സോൾ ട്രേഡർക്ക് കമ്പനിക്കല്ല സോൾ ട്രേഡർക്ക് ഡെപ്റ്റേഴ്സിനെ പോലെ തന്നെ ഒരു ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ക്രെഡിറ്റേഴ്സ് ₹4 lakh ആണുള്ളത്. അപ്പൊ കമ്പനി മൊത്തം ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദിസ് ഡെപ്റ്റേഴ്സ് കളക്ടഡ് ദ കമ്പനി ആൾസോ എഗ്രീഡ് ടു പേ ഓഫ് ദ ക്രെഡിറ്റേഴ്സ് എമൗണ്ടിങ് ടു ₹4 lakh. സോൾ ട്രേഡർക്ക് വേണ്ടി കമ്പനി ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യാന്ന് പറയുന്നു. ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ₹4 lakh ആണ്. ഫോർ ദിസ് സർവീസ് ഇവിടെ സർവീസ് ചെയ്യുന്നത് കമ്പനിയാണ്. സോ കമ്പനി ചെയ്യുന്ന സർവീസിന് ദ കമ്പനി ഈസ് എൻടൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 5%. അപ്പൊ കമ്പനി ഇങ്ങനെ സോൾ ട്രേഡർക്ക് വേണ്ടി ചെയ്യുന്ന ഈ സേവനത്തിന് സോൾ ട്രേഡർക്ക് വേണ്ടി അവരുടെ ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്നു, അവരുടെ ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്യുന്നു. ഈ ഒരു സർവീസിന് വേണ്ടി കമ്പനി ഈസ് എൻടൈറ്റിൽഡ് ടു എ കമ്മീഷൻ ഓഫ് 5% ഓൺ ദ എമൗണ്ട് കളക്ടഡ്. അപ്പൊ കമ്പനി ഒരു കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ട് 5% ഓൺ ദ എമൗണ്ട് കളക്ടഡ്. കമ്പനി എത്രയാണോ എമൗണ്ട് കളക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിൽ 5% ആൻഡ് 2% ഓൺ ദ എമൗണ്ട് പെയ്ഡ്. കമ്പനി എത്ര എമൗണ്ട് ആണോ പെയ്ഡ് ചെയ്യുന്നത്, അതായത് ക്രെഡിറ്റേഴ്സിനാണ് പേ ഓഫ് ചെയ്യേണ്ടത്, എത്ര പൈസ കൊടുക്കുന്നുണ്ടോ അതിന്റെ മുകളിൽ 2% ആണ് കമ്മീഷൻ. അതുപോലെ എത്ര എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ടോ ഡെപ്റ്റേഴ്സിനാണ് കളക്ട് ചെയ്യുന്നത് അതിന്റെ മുകളിലാണ് 5% കമ്മീഷൻ ചാർജ് ചെയ്യുന്നത്. ദ കമ്പനി കളക്ടഡ് ₹6,10,000. അപ്പൊ കമ്പനി കളക്ട് ചെയ്ത എമൗണ്ട് 6,10,000 ആണ്. സി ഇവിടെ 6,50,000 ആണ് ഡെപ്റ്റേഴ്സ് ഉള്ളത്. പക്ഷെ കമ്പനി കളക്ട് ചെയ്യുന്നത് ഓൺലി 6,10,000 ഔട്ട് ഓഫ് വിച്ച് ₹3,80,000 വാസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ക്രെഡിറ്റേഴ്സിന് ടോട്ടൽ കൊടുക്കേണ്ടുന്ന എമൗണ്ട് ₹4 lakh ആണ്. ഈ ₹4 lakh $3,80,000 വാസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ്. അവരുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഓൺലി $3,80,000. ഓക്കെ, ദ കമ്പനി കളക്ടഡ് എ ഡെപ്റ്റ് ഓഫ് ₹25,000 വിച്ച് വാസ് പ്രീവിയസ്ലി റിട്ടൺ ഓഫ് ആസ് ബാഡ്. മുന്നേ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതി തള്ളിയ ഒരു കടം സോൾ ട്രേഡർക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പൊ കമ്പനി റിസീവ് ചെയ്തു ₹25,000. അതാണ് അതിന്റെ എമൗണ്ട്. The company paid a contingent liability of ₹35,000. കമ്പനി പെയ്ഡ് എ കണ്ടിൻജന്റ് ലയബിലിറ്റി. പെട്ടെന്ന് കമ്പനിക്ക് ഒരു ലയബിലിറ്റി കൂടെ കൊടുത്തു തീർക്കേണ്ടി വന്നു. ദാറ്റ് ഈസ് ₹35,000. അപ്പൊ കമ്പനി ഒരു ബാഡ് ഡെപ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഒരു കണ്ടിൻജന്റ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നുണ്ട്. ദ കമ്പനി സെറ്റിൽഡ് ദ അക്കൗണ്ട് ഓഫ് വെൻഡർ ബൈ ഇഷ്യൂയിങ് 10,000 ഷെയർസ് ഓഫ് ₹10 each. സി കമ്പനി ഈ എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷം ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് പേ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി ബാലൻസ് ഉള്ള എമൗണ്ട് തീർച്ചയായിട്ടും സോൾ ട്രേഡേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദ കമ്പനി സെറ്റിൽഡ് ദ അക്കൗണ്ട് ഓഫ് വെൻഡർ ഹിയർ ദ സോൾ ട്രേഡറുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത് ബൈ ഇഷ്യൂയിങ് 10,000 ഷെയർസ് ഓഫ് ₹10 each.
ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അവര് അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്. 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ദ ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ₹10, ബട്ട് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹2. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ അത് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 2 രൂപ തോതിൽ. ഓക്കെ, ആൻഡ് ദ ബാലൻസ് ഇൻ ക്യാഷ്. ബാക്കി കൊടുക്കാനുള്ള എമൗണ്ട് ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. ദെൻ ജേർണലൈസ് ദ ട്രാൻസാക്ഷൻ. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ടേക്കൺ ഓവർ ഓൺ ബിഹാഫ് ഓഫ് വെൻഡേഴ്സ്. ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. അപ്പം ജേർണൽ എൻട്രീസ്, ദെൻ ജേർണലാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. ഐറ്റംസ് ഡെബിറ്റ് ക്രെഡിറ്റ്. ഡേറ്റ് കോളം പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ട്, കാരണം ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഡേറ്റ് മാത്രമാണുള്ളത്. 1 ജനുവരി 2019 ആണ് നമ്മുടെ ട്രാൻസാക്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? നമ്മൾ മുന്നേ ജേർണൽ എൻട്രി പഠിച്ചതാണ്. ദെൻ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ടേക്കിംഗ് ദ ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, പർച്ചേസിംഗ് കമ്പനി ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് എൻട്രി? വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അതായത് സോൾ ട്രേഡറുടെ ഡെപ്റ്റേഴ്സിനെയും, വെൻഡർ ഇവിടെ സോൾ ട്രേഡർ ആണ്, വെൻഡറുടെ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും പർച്ചേസിംഗ് കമ്പനി കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ഡയറക്റ്റ് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് എടുക്കുന്നതല്ല. അപ്പോൾ എടുക്കുന്ന സമയത്തുള്ള എൻട്രിയാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ. സി, ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എത്രയാണ് എമൗണ്ട് കാണിക്കേണ്ടത്? ഡെപ്റ്റേഴ്സിന് എടുക്കുന്നത് 6,50,000 ആണ്. അപ്പൊ നമ്മള് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് 6,50,000. ഓക്കെ, ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. സോ 6,50,000. ദെൻ ടു വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ ക്വസ്റ്റിലേക്ക് നോക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, ഇവിടെ ക്രെഡിറ്റേഴ്സ് പറയുന്നത് എമൗണ്ടിങ് ടു ₹4 lakh. ഇതാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അപ്പൊ ടു വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റ് കോളത്തിൽ 4 lakh. നമുക്കറിയാം ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവണം. അപ്പൊ നമ്മള് ഇവിടെ ചെയ്യുന്നത് ഡിഫറൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന അക്കൗണ്ട് ആണ് വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട്. ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആണ് വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട്. ഡിഫറൻസ് നോക്കാം. 6,50,000 4 lakh. സോ ഡിഫറൻസ് 2,50,000. ഓക്കെ, അപ്പൊ ഇപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയി. ഇതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി വരുന്നത്. Then being the debtors and creditors taken over. നമുക്ക് വേണമെങ്കിൽ നറേഷൻ എങ്ങനെ കൊടുക്കാം? being the debtors and creditors taken over on behalf of vendor. വെൻഡർക്ക് വേണ്ടി വെൻഡറുടെ ഡെപ്റ്റേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ടേക്കൺ ഓവർ ചെയ്തു. ഇതാണ് ഫസ്റ്റ് എൻട്രി. ദെൻ സെക്കൻഡ് എൻട്രി എന്താണ്? സെക്കൻഡ് എൻട്രി കളക്ഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്, റിയലൈസേഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനെ എടുക്കുന്ന എൻട്രിയാണ് കാണിക്കേണ്ടത്. ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. സി, നമ്മള് ഡെപ്റ്റേഴ്സിനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. ആ സമയത്ത് ഡെപ്റ്റേഴ്സിനെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഈസ് റിസീവ്ഡ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. എത്രയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട് the company collected ₹6,10,000. ഓക്കെ, ടോട്ടൽ കളക്ട് ചെയ്യേണ്ടത് 6,50,000 ആണ്. ഔട്ട് ഓഫ് വിച്ച് ദ കമ്പനി കളക്ടഡ് ഓൺലി 6,10,000. സോ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് 6,10,000 ആണ്. ദെൻ വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതാനുള്ള കാരണം നമുക്കറിയാം സെക്കൻഡ് എൻട്രി കളക്ഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കുന്നതും വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ടിലാണ്. ഇപ്പോൾ ടോട്ടൽ വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 6,50,000 ആണ്. ഇത്രയാണ് കളക്ട് ചെയ്യേണ്ടത്. പക്ഷെ കമ്പനി കളക്ട് ചെയ്യുന്നത് 6,10,000 ആണ്. ദാറ്റ് മീൻസ് 40,000
40,000 രൂപ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് അലൗഡ് ടു ദ ഡെപ്റ്റേഴ്സ്. നമ്മൾ ഡെപ്റ്റേഴ്സിന് കൊടുത്ത ഒരു ഡിസ്കൗണ്ട് ആണ്. സോ വെൻഡർ സസ്പെൻസ് അക്കൗണ്ടിലേക്കാണ് ആ ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെൻഡർ സസ്പെൻസ് അക്കൗണ്ട് ഇങ്ങനെയുള്ള പ്രത്യേക ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ടെമ്പററി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ 2 എന്താണ് വരുന്നത്? 2 വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. 2 വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 6,50,000. ഈ ഒരു എൻട്രി നമ്മൾ ചെയ്തത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് ആണ് 6,50,000. ദെൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കൊടുക്കുക. ദെൻ 2 വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് 6,50,000. 6,10,000 കളക്ട് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം 40,000 ഈസ് ഗിവൺ ആസ് എ ഡിസ്കൗണ്ട് ടു ഡെപ്റ്റേഴ്സ്. ഓക്കെ. തേർഡ് എൻട്രി എന്ന് പറയുന്നത് വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന എൻട്രി ആണ്. അപ്പൊ നമ്മൾ ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്തു. ദെൻ പേ ഓഫ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിനെ പേ ഓഫ് ചെയ്യുന്ന സമയത്ത് വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണോ വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് ഉള്ളത് ആ വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സിനെ ക്ലോസ് ചെയ്യണം. സി നമുക്കറിയാം ക്രെഡിറ്റേഴ്സ് അമൗണ്ടിങ് ടു റുപ്പീസ് 4 lakh. 4 lakh ആണ് ക്രെഡിറ്റേഴ്സ്. അപ്പൊ ഹിയർ 4 lakh. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ടു ബാങ്ക്. സോ ടു ബാങ്ക് അക്കൗണ്ട്. വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ 4 lakh. ദെൻ ടു ബാങ്ക് അക്കൗണ്ട്. വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി എത്ര എമൗണ്ട് ആണോ കൊടുക്കുന്നത് ആ എമൗണ്ട് ആണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ഇവിടെ നോക്കാം. ഓൺലി 3,80,000 വാസ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് ഇൻ ഫുൾ സെറ്റിൽമെന്റ്. അപ്പോ ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ടുന്ന ടോട്ടൽ എമൗണ്ട് 4 lakh ആണ്. ഇൻ ഓർഡർ ടു സെറ്റിൽ ദെയർ അക്കൗണ്ട്സ് വി പെയ്ഡ് ഓൺലി 3,80,000. സോ ക്രെഡിറ്റ് വിൽ ബി ഗിവൺ ടു ബാങ്ക് അക്കൗണ്ട് 3,80,000. ഓക്കെ. ഇവിടെ നമുക്ക് നോക്കാം. ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. 4 lakh ആണ് വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് സെറ്റിൽ ചെയ്യേണ്ടത്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓൺലി 3,80,000. ദെൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് 20,000. ഇവിടെ വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് 20,000 മീനിങ് ദർ ഇസ് എ ഡിസ്കൗണ്ട് റിസീവ്ഡ് വെൻ എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊടുക്കേണ്ടുന്ന എമൗണ്ട് 4 lakh rupees. 4 lakh rupees കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി കൊടുത്തത് 3,80,000 ആണ്. സോ നമുക്ക് 20,000 ഡിസ്കൗണ്ട് ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്തു. അതാണ് ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് 20,000 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നമുക്ക് ബീയിങ് എമൗണ്ട് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഇവിടെ നമുക്ക് നറേഷൻ കൊടുക്കാം. ബീയിങ് എമൗണ്ട് കളക്റ്റഡ്. ഓക്കെ. ദെൻ ഫോർത്ത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, ഫോർത്ത് എൻട്രി എന്ന് പറയുന്നത് സി ദ കമ്പനി കളക്റ്റഡ് എ ഡെപ്റ്റ് ഓഫ് ₹25,000 വിച്ച് വാസ് പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ആസ് ബാഡ്. മുന്നേ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞ ഒരു ഡെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ഡെപ്റ്റ് നൗ ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ കമ്പനി. അപ്പോൾ ഇങ്ങനെ ഒരു ഡെപ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് 25,000 ബാഡ് ഡെപ്റ്റ് ആയിട്ട് മുന്നേ നീക്കി വെച്ചതായിരുന്നു. ആ ബാഡ് ഡെപ്റ്റ് ഇപ്പൊ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും കാശ് കിട്ടുവാണ്. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എത്രയാണ് റിസീവ് ചെയ്യുന്നത്? 25,000. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡെബിറ്റില് 25,000 ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട്. 25,000. ഓക്കെ. അതായത് പ്രീവിയസ്ലി ബാഡ് ഡെപ്റ്റ് ആയിട്ട് നീക്കിവെച്ച ഒരു തുക ഇപ്പൊ കമ്പനി കളക്ട് ചെയ്തു 25,000 rupees. അത് കളക്ട് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് 25,000. സോ ബീയിങ് എമൗണ്ട് കളക്റ്റഡ് ക്ലിയർ. നെക്സ്റ്റ് ഫിഫ്ത്ത് എൻട്രി ആണ് എഴുതേണ്ടത്.
Company collected a debt of rupees 25,000 which was previously written off as bad. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. Then the company paid a contingent liability of rupees 35,000. അതായത് ഒരു contingent liability ഉണ്ടായത് കമ്പനി now it is paid off. അപ്പൊ contingent liability കൊടുക്കുന്ന സമയത്ത് എൻട്രി എന്താണ്? Vendors suspense account debtor. Vendors suspense account debtor to bank account. അതായത് നമ്മൾ നേരത്തെ ബാഡ് ഡെപ്റ്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതി. എമൗണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. ദെൻ എമൗണ്ട് പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ്. വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ എമൗണ്ട് പറയുന്നുണ്ട് 35,000 ആണ് പേ ഓഫ് ചെയ്യുന്നത്. സോ 35,000. It is a contingent liability. Now it is paid by the company. Being contingent liability paid. Being contingent liability paid. ഇതാണ് നമ്മുടെ നറേഷൻ. നെക്സ്റ്റ് 6th one. Then next 6th one എൻട്രി എന്താ? ചാർജിങ് ഓഫ് കമ്മീഷൻ. അപ്പോ ആദ്യം നമ്മള് വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സ് അതുപോലെ വെൻഡേഴ്സ് ക്രെഡിറ്റേഴ്സ് കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം വെൻഡേഴ്സ് ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് വെൻഡേഴ്സിന്റെ ക്രെഡിറ്റേഴ്സിന്റെ പേ ഓഫ് ചെയ്തു. നെക്സ്റ്റ് രണ്ട് എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്തതും കണ്ടിൻജന്റ് ലയബിലിറ്റി പേ ഓഫ് ചെയ്തതും ആയിരുന്നു. ഇനി അടുത്ത എൻട്രി എന്ന് പറയുന്നത് വെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും കമ്മീഷൻ ചാർജ് ചെയ്യണം. അപ്പോൾ കമ്പനി ചെയ്യുന്ന സർവീസിന് കമ്മീഷൻ ചാർജ് ചെയ്യണം. എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. For this service, the company is entitled to a commission of 5% on the amount collected. Amount കളക്ട് ചെയ്തതിന്റെ മുകളിൽ 5% and 2% on the amount paid. എന്താണ് എൻട്രി വരുന്നത്? കമ്മീഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്, ടു കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ കമ്പനിക്ക് ഒരു ഇൻകം ആണ്, കമ്മീഷൻ റിസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കമ്മീഷൻ എന്ന് പറയുന്നത് ഇൻകം ആണ്. സോ കമ്മീഷൻ അക്കൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ്. ദെൻ വെൻഡർ സസ്പെൻസ് അക്കൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യുന്നത്. നോക്കാം എത്രയാണ് കമ്മീഷൻ. 5% ഓൺ ദ എമൗണ്ട് കളക്റ്റഡ്, 5% ഓൺ ദ എമൗണ്ട് കളക്റ്റഡ്. നമുക്കറിയാം ടോട്ടൽ കമ്പനി കളക്ട് ചെയ്ത എമൗണ്ട് 6,10,000 ഡെപ്റ്റേഴ്സിനെ കളക്ട് ചെയ്തു. അതിനുശേഷം 25,000 ഒരു ബാഡ് ഡെപ്റ്റ് കളക്ട് ചെയ്തു. അപ്പൊ കമ്പനി കളക്ട് ചെയ്ത എമൗണ്ട് ടോട്ടൽ കളക്ട് ചെയ്യേണ്ടിയിരുന്നത് 6,50,000 ആയിരുന്നു. പക്ഷെ കമ്പനി കളക്ട് ചെയ്തത് 6,10,000 ആണ്. സോ കളക്ട് ചെയ്ത എമൗണ്ട് മാത്രമാണ് എഴുതാൻ പറ്റുന്നത്. 6,10,000 പ്ലസ് പിന്നീട് കളക്ട് ചെയ്തത് ഒരു ബാഡ് ഡെപ്റ്റ് ആയിരുന്നു 25,000. സോ കമ്പനി ആകെ കളക്ട് ചെയ്ത എമൗണ്ട് 6,10,000 പ്ലസ് 25,000. 5% ഓൺ 6,10,000 പ്ലസ് 25,000. ദെൻ അതേപോലെ 2% ഓൺ ദ എമൗണ്ട് പെയ്ഡ്. 5% എമൗണ്ട് കളക്ട് ചെയ്തതിന്റെ മുകളിലാണെങ്കിൽ 2% ഓൺ ദി എമൗണ്ട് പെയ്ഡ് ആണ്. അപ്പൊ 2% ഓൺ എമൗണ്ട് പെയ്ഡ് നോക്കാം. ടോട്ടൽ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട്, ക്രെഡിറ്റേഴ്സിന് കൊടുക്കേണ്ടുന്ന എമൗണ്ട് 4 lakh ആണ്. കമ്പനി കൊടുത്തത് 3,80,000 ആണ് കൊടുത്തത്. ക്രെഡിറ്റേഴ്സിന് കൊടുത്തത് 3,80,000. കൂടാതെ കമ്പനി ഒരു കണ്ടിൻജന്റ് ലയബിലിറ്റി പേ ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് കൊടുത്തത് 3,80,000 പ്ലസ് 35,000. 3,80,000 പ്ലസ് 35,000. അപ്പൊ ഇതാണ് കമ്പനി കൊടുത്ത എമൗണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യം, കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സിന്റെ ക്രെഡിറ്റേഴ്സിന്റെ മുകളിലല്ല, കളക്ട് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ എത്രയാണ്, കൊടുത്തതിന്റെ മുകളിൽ എത്രയാണ്. അപ്പൊ കളക്ട് ചെയ്തത് രണ്ട് തുക കളക്ട് ചെയ്തിട്ടുണ്ട്. 6,10,000 ഡെപ്റ്റേഴ്സും 25,000 ബാഡ് ഡെപ്റ്റും കളക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ 3,80,000 ക്രെഡിറ്റേഴ്സിന്റെ പേ ഓഫ് ചെയ്തിട്ടുണ്ട്. ദെൻ കണ്ടിൻജന്റ് ലയബിലിറ്റി ആയിട്ട് 35,000 കൂടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് കമ്മീഷൻ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ 6,10,000 പ്ലസ് 25,000 6,35,000 വരും. 6,35,000 മുകളിൽ 5%, അതാണ് 31,750.
അതേപോലെ 2% ഓൺ 3,80,000 പ്ലസ് 35,000 4,15,000 വരും. അതിന് മുകളിൽ 2% 8,300. ഓക്കെ, 8,300 ആണ് വരുന്നത്. 8,300. ദെൻ ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 40,050. ഓക്കെ, ഈ 40,050 ആണ് നമ്മൾ കമ്മീഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. 40,050. അപ്പോൾ കമ്മീഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് ഞാനിവിടെ വർക്കിംഗ് നോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണഗതിയിൽ പ്രോബ്ലം ചെയ്തതിനു ശേഷം താഴെയാണ് വർക്കിംഗ് നോട്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇത് റെക്കോർഡ് ചെയ്തത്. സോ കമ്മീഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത് വെൻഡർ സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ കാൽക്കുലേറ്റഡ് ഓൺ ദ എമൗണ്ട് കളക്ടഡ്. 5% ഓൺ എമൗണ്ട് കളക്ടഡ് ആൻഡ് 2% ഓൺ എമൗണ്ട് പെയ്ഡ്. ഇതിന്റെ ടോട്ടൽ ആണ് 40,050. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നറേഷൻ എഴുതാം. ബീയിങ് കമ്മീഷൻ ഡ്യൂ, ബീയിങ് കമ്മീഷൻ ഡ്യൂ എന്ന് നറേഷൻ ഇവിടെ കൊടുക്കാവുന്നതാണ്. ദെൻ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഫൈനൽ സെറ്റിൽമെന്റ് ടു വെൻഡർ. നമ്മുടെ സോൾ ട്രേഡറിന്റെ ഫൈനൽ സെറ്റിൽമെന്റ് ആണ്. അതായത് ഡെപ്റ്റേഴ്സിന് കളക്ട് ചെയ്തതിൽ നിന്നും ക്രെഡിറ്റേഴ്സിന് കൊടുത്തു തീർത്തതിൽ നിന്നും അതുപോലെ കമ്മീഷൻ റിസീവ് ചെയ്തതിനു ശേഷവും ബാക്കി ബാലൻസ് ഉള്ള തുക തീർച്ചയായിട്ടും സോൾ ട്രേഡർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ എത്രയാണ് ഫൈനൽ സെറ്റിൽമെന്റ് വരുന്നത് നോക്കാം. അതിനുള്ള എൻട്രി എന്താണ്? വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, വെൻഡേഴ്സ് സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു. നമ്മൾ എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതാണ് ക്രെഡിറ്റ് സൈഡ് കാണിക്കേണ്ടത്. ഇവിടെ ലാസ്റ്റ് ഇൻഫർമേഷൻ നോക്കാം. The company settled the account of vendor by issuing 10,000 shares of ₹10 each at a premium of ₹2. അപ്പോ ഒന്ന് കൊടുക്കുന്ന ഷെയറുകളാണ്. സോ ഇഷ്യൂയിങ് 10,000 ഷെയർസ്. അപ്പൊ നമുക്കറിയാം ഷെയർ കൊടുക്കുന്ന സമയത്ത് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നിന്റെ പ്രൈസ് 10 ആണ്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്നത് ₹2 കൂടെ ചേർത്തുകൊണ്ട് പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇഷ്യൂ പ്രൈസ് 12 ആയിട്ട് മാറും. ദെൻ നമ്മൾ ഈ 2 എന്ന് പറയുന്നത് ₹2 എന്ന് പറയുന്നത് പ്രീമിയം ആണ്. പ്രീമിയം നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അത് സെക്യൂരിറ്റി പ്രീമിയത്തിലാണ് കാണിക്കുക. അപ്പോ 2 ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രം പോരാ, 2 സെക്യൂരിറ്റി പ്രീമിയം. ഇവിടെ പ്രീമിയം എഴുതാനുള്ള കാരണം ഫേസ് വാല്യൂ ആണ് എപ്പോഴും ഷെയർ ക്യാപിറ്റലിലേക്ക് പോവുക. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, 10,000 ഷെയർസ് ആണുള്ളത്. 10,000 ഷെയർസ് ഇൻറ്റു 10 ഇതാണ് 1 lakh വരും. ഇതാണ് ഷെയർ ക്യാപിറ്റൽ. ദെൻ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് 10,000 ഷെയർസിന് ഒരു ഷെയറിന്റെ മുകളിൽ 2 രൂപയാണ് പ്രീമിയം. 10,000 ഇൻറ്റു 2 20,000. ദെൻ നെക്സ്റ്റ് ഇൻഫർമേഷൻ പറയുന്നത് ആൻഡ് ദ ബാലൻസ് ഇൻ ക്യാഷ്. ബാക്കിയുള്ള തുക ക്യാഷ് ആയിട്ട് കൊടുക്കണം. അപ്പൊ എത്രയാണ് ടോട്ടൽ അവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. വെൻഡർ സസ്പെൻസ് അക്കൗണ്ടിൽ എത്രയാണ് ഇവിടെ നോക്കാം. ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ്. ഇതൊരു വർക്കിംഗ് നോട്ടാണ്. ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് 6,10,000 പ്ലസ് 25,000. ഇതാണ് ടോട്ടൽ കമ്പനി കളക്ട് ചെയ്ത എമൗണ്ട്. നമുക്ക് നേരത്തെ അറിയാം, നമ്മൾ കമ്മീഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 6,35,000 ആണ്. ഇതിൽ നിന്നും ടോട്ടൽ എമൗണ്ട് പെയ്ഡ് നമുക്കറിയാം. 3,80,000 ക്രെഡിറ്റേഴ്സിന് കൊടുത്തത് പ്ലസ് 35,000 കണ്ടിൻജന്റ് ലയബിലിറ്റി. അങ്ങനെ 4,15,000 ആണ് നമ്മൾ ടോട്ടൽ പേ ഓഫ് ചെയ്തത്. അപ്പോ 6,35,000 മൈനസ് 4,15,000. ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് 6,35,000 കിട്ടി. ടോട്ടൽ എമൗണ്ട് പെയ്ഡ് 4,15,000. അപ്പൊ 6,35,000 നിന്നും 4,15,000 കമ്പനി കൊടുത്തു. അപ്പൊ ഡിഫറൻസ് ബാക്കി വരുന്നത് 2,20,000 ആണ്. ഇപ്പൊ കമ്പനിയുടെ കയ്യിലുള്ള എമൗണ്ട് 2,20,000 ആണ്. ഔട്ട് ഓഫ് വിച്ച് ദ കമ്പനി ആൾസോ ടേക്ക് ദെയർ കമ്മീഷൻ. അപ്പൊ കമ്മീഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ലെസ് കമ്മീഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. കമ്മീഷൻ എത്രയാണ്?
40,050. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആണ് എന്ത്, നമ്മള് വെൻഡർക്ക് അതായത് സോൾ ട്രേഡർക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ഇത്രയാണ്. ഒന്നുകൂടെ പറയാം, ടോട്ടൽ എമൗണ്ട് കളക്ടഡ് 6,35,000. 6,35,000 കമ്പനി കളക്ട് ചെയ്തതിനു ശേഷം അതിൽ നിന്നും കമ്പനി 4,15,000 പേ ഓഫ് ചെയ്തു. അതായത് ക്രെഡിറ്റേഴ്സിന് കൊടുത്തതും കണ്ടിൻജന്റ് ലയബിലിറ്റി കൊടുത്തതും അടക്കം 4,15,000 പേ ഓഫ് ചെയ്തു. ദെൻ അത് കഴിച്ചപ്പം ബാക്കി വരുന്ന കമ്പനിയുടെ കയ്യിലുള്ള എമൗണ്ട് 2,20,000 ആണ്. ഈ എമൗണ്ട് മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മള് കമ്പനി ചെയ്ത സർവീസിന് കമ്പനിക്ക് കമ്മീഷൻ എടുക്കേണ്ടതാണ്. കമ്മീഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 40,050 ആണ്. ദെൻ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് എന്ത്, വെൻഡർക്ക് കൊടുക്കേണ്ടുന്ന എമൗണ്ട് 1,79,950. 1,79,950 ആണ് വെൻഡർക്ക് കൊടുക്കുന്ന എമൗണ്ട്. ഇത് നമ്മുടെ ഒരു വർക്കിംഗ് നോട്ടാണ്. ഇത് വർക്കിംഗ് നോട്ട്. ഓക്കെ, നേരത്തെ കമ്മീഷൻ നമ്മൾ കണ്ടുപിടിച്ചത് വർക്കിംഗ് നോട്ട് നമ്പർ 1, ദെൻ ഇത് വർക്കിംഗ് നോട്ട് നമ്പർ 2. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ എഴുതിയത്. അപ്പോ വെൻഡർ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് 1,79,950. 1,79,950 ആണ് ടോട്ടൽ വെൻഡർ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടത്. ഈ എമൗണ്ട് ആണ് നമ്മൾ സോൾ ട്രേഡർക്ക് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 1 lakh, ദെൻ സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് 20,000, ദെൻ ബാലൻസ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ബാലൻസ് ക്യാഷ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കേണ്ടത്. ബാലൻസ് 59,950. ഇത് ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോ വെൻഡേഴ്സിന് സെറ്റിൽ ചെയ്യുന്നത് ബൈ ഇഷ്യൂയിങ് ഷെയർസ്, ദെൻ ബാക്കിയുള്ള പൈസ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ടോട്ടൽ കൊടുക്കേണ്ടുന്ന എമൗണ്ട് 1,79,950 ആണ് വെൻഡേഴ്സിന് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടുന്ന എമൗണ്ട്. ഈ എമൗണ്ട് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ, ഷെയർ ക്യാപിറ്റൽ ആയിട്ട് 10,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10, 1 lakh ഷെയർ ക്യാപിറ്റൽ. ദെൻ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത് 2 രൂപ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ സെക്യൂരിറ്റി പ്രീമിയം കൂടെ ക്രെഡിറ്റ് ചെയ്യണം. 10,000 into 20,000. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിന് പകരം ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ആണെങ്കിൽ, ഈ 2 രൂപ ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കാണിക്കും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് കാണിക്കും. ഇവിടെ പ്രീമിയം ആയതുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ആണ് ചെയ്യുക. ദെൻ ഇത് 1,20,000 മാത്രമാണ് ആയിരിക്കുന്നത്. ബാക്കി എത്രയാണോ 1,79,950 ഉള്ളത് 59,950. ഇതാണ് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയാണെന്ത് നമ്മുടെ എൻട്രി വരുന്നത് ഇത്രയാണ്. ഇത് വർക്കിംഗ് നോട്ടായിട്ടാണ് ലാസ്റ്റ് എഴുതേണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം.